ദേവാ, കാശ് വാങ്ങിച്ചു. സെക്യൂരിറ്റി അവിടെ സെറ്റിലായി കഴിഞ്ഞില്ലേ? പെൺകുട്ടിയെ എപ്പോഴാണ് എനിക്ക് കൊണ്ട് തരുന്നേ? ഫാമിലിയുടെ മൊത്തം വിശ്വാസം നേടിക്കഴിഞ്ഞാൽ എനിക്ക് പണി എളുപ്പമാണ്. ഒരു പണി ഏറ്റെടുത്താ അത് പൂർത്തിയാക്കാതെ ഈ ദേവ പിന്മാറില്ല. ഞായറാഴ്ച വൈകുന്നേരം 5 മണിക്ക് ബേബിയെ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കും. ഇന്ന് ഞായറാഴ്ചയല്ലേ, പതിവ് പോലെ മോന്റെ ഫോൺ വന്നാൽ ഞാനായിരിക്കും ആദ്യം എടുക്കുക. ആദ്യം എനിക്ക് സംസാരിക്കണം അവനോട്. അവൻ എന്റെ അനന്തരാവകാശിയാ, ഞാൻ ആദ്യം സംസാരിക്കേണ്ടത്. അച്ഛാ, ഞാൻ അവന്റെ അമ്മയാ, മുൻപേ സംസാരിക്കേണ്ടത് ഞാനാ. നോ 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 നോ, നിങ്ങൾ ഇങ്ങനെ വാദിച്ച് സമയം കളയണ്ട. ആദ്യം സംസാരിക്കേണ്ടത് ഗേൾഫ്രണ്ടാ. അതുകൊണ്ട് ഞാൻ തന്നെ ആദ്യം സംസാരിക്കാം. ഞാൻ അനീത്തിയല്ലേ, അതുകൊണ്ട് ഞാൻ ആദ്യം സംസാരിക്കാം. അല്ലേ ലിയോ? സോറി 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 സോറി. ഹലോ മോനെ. സത്യം തന്നെ നിങ്ങൾ എന്നോട് മറച്ചു വെക്കുന്നേ? എന്ത് പറ്റി സത്യം? പുലർന്നപ്പോ മുതൽ മോന്റെ ഫോണിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാ. അറിയാമായിരുന്നിട്ട് നിങ്ങൾ എന്നെ പറഞ്ഞില്ല. അത് എങ്ങനെ പറയണമെന്ന്. എന്തിനാ പറയാൻ വിഷമിക്കുന്നേ? അവനെ കാണാൻ കൊതിച്ചിരിക്കുമ്പോ അവൻ എക്സ്കർഷൻ പോയിരിക്കുകയാണെന്ന് ഇത് ഞാൻ പ്രതീക്ഷിച്ചതേ അല്ല. ഞാൻ അവനെ എങ്ങനെ കാണാനാ, എങ്ങനെ വിഷ് ചെയ്യാനാ? ഒരമ്മയുടെ മനസ്സ് നിങ്ങൾക്കൊന്നും പറഞ്ഞു മനസ്സിലാവില്ല. ദേവാ, ഞങ്ങളുടെ മോനെ രക്ഷിച്ച് നീ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു. അതുപോലെ ശ്യാമനോട് പറഞ്ഞ് ഞങ്ങളുടെ കൊച്ചുമോനെ കൂടെ കൂട്ടി ഇവിടെ കൊണ്ടെത്താ. ഞങ്ങൾ ആരും അവനെ ഒരു ദിവസം പോലും പിരിഞ്ഞിരുന്നിട്ടില്ല. ഞാൻ കഥ പറഞ്ഞാണ് അവനെ ഉറക്കാറുള്ളത്. അവനെ വേണം ഞങ്ങൾക്ക്. വല്ലാതെ മിസ് ചെയ്യുന്നു. ശരി. ദേവാ സർ, നിന്നോടൊരു കാര്യം പറയാനുണ്ട്. വാ ദേവാ, ഇതെന്റെ മകൻ. ഈ ചുവരിൽ മാത്രം ജീവിക്കുന്ന ഇവന് എന്താ സംഭവിച്ചതെന്ന് അറിയണ്ടേ? അവൻ ഓർമ്മയിൽ മാത്രമാണെന്ന്. ഫോൺ വരാത്തതിന്റെ പേരിൽ ഇവന്റെ അമ്മ എത്ര ഫീലിംഗിലാണെന്നോ. അപ്പൊ ജീവനോടെ ഇല്ലെന്നറിഞ്ഞാൽ എന്ത് വിഷമമായിരിക്കുന്നോ? ഇതവൻ വരച്ച ഫാമിലി ചിത്രമാണ്. എന്നാൽ അവൻ ഇപ്പൊ ഇതിലില്ലാതെ പോയി. എല്ലാത്തിലും ഫസ്റ്റ് ആയിരുന്നു അവൻ. എന്തിന് മരണത്തിൽ വരെ അവൻ ഫസ്റ്റാണിപ്പോ. സർ, ഇപ്പൊ എനിക്കുള്ളത് അഞ്ജലി മാത്രമാണ്. എക്സ്ക്യൂസ് മീ സർ. ഹലോ ദേവാ, കുട്ടിയെ 5 മണിക്ക് എന്നെ കൊണ്ടുവരുമല്ലോ. ഇപ്പോൾ സമയം 4:30 പറഞ്ഞ സമയത്ത് പറഞ്ഞ ഇടത്ത് പറഞ്ഞ പോലെ കൊണ്ടുവരുന്നതാണ് ദേവയെന്ന് അറിയാമല്ലോ. വെയിറ്റ് ആൻഡ് സീ. അഞ്ജലി, അഞ്ജലി. മുത്തശ്ശി, എനിക്കിനി വേണ്ട. കഴിക്കും മോളെ. ലാസ്റ്റ് മുട്ടേ. ആ, നിനക്ക് പഠിക്കാൻ വേണ്ട, ആഹാരം കഴിക്കാൻ വേണ്ട. എ ഗ്രേഡിൽ നിന്ന് C ഗ്രേഡിലേക്ക് പോയത്. നിന്നെ ബോർഡിങ്ങിലേക്ക് അയച്ചാലേ നീ ശരിയാവൂ. ടൈഗർ, ടൈഗർ. എന്നെയാണോ അതോ പട്ടിയാണോ? ആദ്യം തന്നെ ഈ സാധനത്തിന് എവിടെയെങ്കിലും കൊണ്ട് കളാം. ഇനി ഇവിടെ കാണരുത്. പ്ലീസ് മമ്മി, എന്നെ കോൺവെന്റിലേക്ക് അയക്കാം. ഞാൻ പോകില്ല, ഞാൻ തനിച്ചാവും മമ്മി. ദൂരയാത്ര ചെയ്യുമ്പോൾ ആരെങ്കിലും കൂടെ ഉണ്ടെന്ന് കുട്ടി പറയുന്നത് ശരിയല്ലേ? അതെന്താ മനസ്സിലാക്കാത്തത്? അതെ, അത് സെക്യൂരിറ്റി തീരുമാനിക്കേണ്ടത്. അത് ഞങ്ങളോ? ഏതാ വേണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ടൈഗർ, എന്താ നോക്കി നിൽക്കുന്നത്? കൊണ്ടുപോ. വന്നിരിക്കുന്നു അഭിപ്രായം പറയാൻ. അഞ്ജലി, മോളിവിടെ ഇരിക്കേ, ഞാനിപ്പോ വരാം. ഓക്കെ അങ്കിൾ. ഇവനാരാടാ? അന്ന് നമ്മൾ ACP കൊല്ലാൻ ഒരാളെ അയച്ചിരുന്നില്ലേ? അവനാ ഇത്. ഞാൻ അയച്ചത് ഇവനെയല്ല. ഹായ്. ഹായ് ദേവ. ആരാടാ നീ? എന്നെ കുറിച്ച് അറിഞ്ഞിട്ടെന്തിനാ? എന്തെങ്കിലും തരാനാണോ? അണ്ണാ, ഇവൻ ആളൊരു തീപ്പൊരിയാ. അല്ലടാ, ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് വിഷയത്തിലേക്ക് വരാം.
ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഫാമിലി ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്തോ. ഡാ. ടൈഗർ ടൈഗർ ദേവ വന്നാൽ എനിക്ക് സിഗ്നൽ തരണം. ഓക്കെ? എന്തിനാ പറഞ്ഞതനുസരിക്ക്. എന്തിനാന്നോടാ You go. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സിഗ്നൽ ഞാനൊരു Go, man. പോലീസാ. ചേച്ചി ചിറ്റയ്ക്ക് എന്ത് ഭംഗിയാ. നിന്റെ ചേച്ചിക്ക് ഭംഗിയില്ലേ? മിണ്ടി പോരുത് നീ. ഗേൾഫ്രണ്ട് ആണെങ്കിൽ നിനക്ക് കോമ്പറ്റീഷനാ. നേരായിട്ടും ഭംഗിയുണ്ടോ? ഹലോ ദേവാ, ഞാൻ ഐഷു. ആ പറ. അഞ്ജലി ആരോ കിഡ്നാപ്പ് ചെയ്യാൻ വരുന്നതായിട്ട് ഞാൻ അറിഞ്ഞു. യെസ്, ഗുഡ് ഐഡിയ. നിങ്ങളുടെ ട്രിക്ക് വലിച്ചു. Yeah, it's me. സൂപ്പർ. അയ്യോ വേണ്ട, പീഡനം പീഡനം. ഹലോ ഹലോ ടൈഗർ, ബോസോ? യെസ് ബോസ്. എവിടെയുള്ളത്? അത് അഞ്ജലി നമ്മൾ സ്കൂളിൽ കൊണ്ട് വിടാറില്ലേ, അതിന്റെ തൊട്ടടുത്താ. അവിടെ എല്ലാം ഓക്കെ ആണല്ലോ? ചോദിക്കാനുണ്ടോ? മുഴുവൻ പീസുകളാ. വരുന്നുണ്ടോ? ശരിക്കും നോക്ക്. പിന്നെ അങ്ങനെ നോക്കിയാൽ വിവരം അറിയും. ഞാനില്ല, എനിക്ക് അനുഭവമുള്ളതാ. സംശയാസ്പദമായ ആരെങ്കിലും ഉണ്ടോ? സംശയാസ്പദമായി ഇവിടെ ബോസേ, കറുത്ത ഡ്രസ് ഇട്ട 4-5 ചിമിട്ടന്മാര്. അവരെ ഫോളോ ചെയ്യാൻ. അണ്ണാ ഒന്നും മനസ്സിലാവുന്നില്ല. മൊത്തം ടെണ്ടുൽക്കറുടെ മാസ്കാ. ടെണ്ടുൽക്കറെ എനിക്കെന്തിനടാ? അണ്ണാ കൊച്ചിനെ തിരിച്ചറിയുന്ന എങ്ങനെയൊന്നും ഒരു ഐഡിയ ഇല്ല. എടാ കഴുതേ, ആ മാസ്ക് മാറ്റി നോക്കടാ. പെൺകൊച്ചിനെ വേണം എനിക്ക്. ചെക്ക് ചെയ്യടാ. അഞ്ജലി, ഓടിക്കൂടാ. ദേവാങ്കിൾ. വാ മോളെ, വാ കേറ്. ബോസ് കലക്കി. ഐഷു, താങ്ക് യു വെരി മച്ച്. നിന്നെ എനിക്ക് ഇഷ്ടമായി. ബണ്ടു ചാരി പെട്ടുകൊണ്ടുപോയ നമസ്കാരം സമയം. നന്നായി വരും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഫോട്ടോയിലുള്ള സ്ത്രീ. ഇല്ല സമയം. അഞ്ജലി ഓടരുത്, പതുക്കെ. ദേവാങ്കിൾ. വാ മോളെ. എന്റെ കൊച്ചുമോള് നന്നായി പഠിക്കാൻ അനുഗ്രഹിക്കണേ സ്വാമി. നിങ്ങൾ വീട്ടിൽ ബാബയെ പൂജിച്ച് പ്രസാദം തൊടുവിക്കേ, എല്ലാം ശരിയാകും. വരട്ടെ സ്വാമി. അങ്കിളിന് ഇഷ്ടപ്പെട്ട പായസം ഇതാ. വേണ്ട മോളെ. അമ്മ ശകാരിച്ചാലോന്നാ? വിഷമിക്കേണ്ട കേട്ടോ, ഇതെന്റെ വീതമാ. കഴിച്ചോന്നേ. കഴിക്കാം മോളെ, നീ തരുന്നല്ലേ. എന്നാ കഴിക്ക്. ഞാനൊന്ന് പറഞ്ഞ കേൾക്കുമല്ലോ. എന്ത് പറഞ്ഞാലും കേൾക്കും. നീ നന്നായിട്ട് പഠിക്കണം, ഫസ്റ്റ് വരണം. എല്ലാ വിഷയത്തിലും ഞാനാ സ്കൂളിൽ ഫസ്റ്റ്. ഇത്തവണ സ്കൂളിൽ കോമ്പറ്റീഷൻ നടന്നില്ല. അത് എല്ലാ വർഷവും ഉണ്ടാവുന്നതാണല്ലോ. ഈ വർഷം അത് ഇല്ലാതെ പോകാൻ കാരണം എന്താ അറിയില്ല. ചോദിച്ചില്ലേ? എനിക്ക് പേടിയാ. ശരി, നമുക്കൊരു കോമ്പറ്റീഷൻ നടത്താം. ഓക്കെ? ഓക്കെ, ഞാൻ റെഡി. സ്റ്റാർട്ട് ചെയ്തോളൂ. അതിനുവേണ്ടിയല്ലേ വെയിറ്റ് ചെയ്യുന്നേ. എങ്ങനെയുണ്ട്? ഭംഗിയായിട്ടുണ്ട്. എനിക്ക് എന്റെ അമ്മോ, ദേ പിന്നെ വന്നു.